CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. നഗരമധ്യത്തിൽ അതീവ സുരക്ഷാ മേഖലയായ കുന്നംകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ മോഷണ ശ്രമം. ബുധനാഴ്ച പുലർച്ചെ 1 മണിയോടെയാണ് സംഭവം. കോടതിയുടെ ഓഫീസ് റൂമിന്റെ വാതിലിന്റെ പൂട്ടുപൊളിച്ച് അകത്തുകടന്ന മോഷ്ടാവ് സെക്യൂരിറ്റി ജീവനക്കാരനെ ഭീഷണിപ്പെടുത്തി രക്ഷപ്പെട്ടു. പ്രധാനപ്പെട്ട രേഖകളോ മറ്റോ നഷ്ടപ്പെട്ടിട്ടില്ലെന്നാണ് പ്രാഥമിക നിഗമനം. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ഊർജിതമാക്കി. കേബിൾ TV ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ 15ാമത് കുന്നംകുളം മേഖലാ സമ്മേളനം കുന്നംകുളം കോമേറ്റ്സ് സർക്കിൾ ക്ലബിലെ തിച്ചൂർ രാധാകൃഷ്ണൻ നഗറിൽ നടന്നു. KCCL ചെയർമാൻ K. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. മത്സ്യബന്ധനത്തിനിടെ കടലിൽ വീണ തൊഴിലാളിയെ കാണാതായി. ഏങ്ങണ്ടിയൂർ ഏത്തായി സ്വദേശി 53 വയസ്സുള്ള കരുപ്പയിൽ വിജീഷിനെയാണ് കടലിൽ കാണാതായത്. ഫിഷറീസ് പോലീസും കോസ്റ്റൽ പോലീസും തിരച്ചിൽ നടത്തുന്നു. പെരുമ്പിലാവിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. കൊരട്ടിക്കര സ്വദേശി ജോഷി, പെരുമ്പിലാവ് സ്വദേശി രഘു എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ നാട്ടുകാർ ഉടൻ പെരുമ്പിലാവിലെ അൻസാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജോഷിയുടെ പരിക്ക് ഗുരുതരമായതിനെ തുടർന്ന് തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. തിരുത്തിക്കാട് നൂറടിത്തോടിന്റെ ഇരുവശങ്ങളിലും നിന്നിരുന്ന 100-ലധികം തണൽമരങ്ങൾ അനധികൃതമായി മുറിച്ചു കടത്തിയതായി പരാതി. വെട്ടിക്കടവ് മുതൽ പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലും നിന്നിരുന്ന മരങ്ങളാണ് അധികൃതരുടെ അനുമതിയില്ലാതെ മുറിച്ചു മാറ്റിയത്. സംഭവത്തിൽ നാട്ടുകാരും പരിസ്ഥിതി പ്രവർത്തകരും പ്രതിഷേധവുമായി രംഗത്തെത്തി. പെയിന്റ് ബക്കറ്റുകളുമായി പോവുകയായിരുന്ന ലോറിയിൽ നിന്നും പെയിന്റ് ബക്കറ്റ് റോഡിൽ വീണ് പരന്നൊഴുകിയതിനെ തുടർന്ന് ഇരുചക്രവാഹനങ്ങൾ തെന്നിമറിഞ്ഞു. കുന്നംകുളം പട്ടാമ്പി റോഡിൽ മൃഗാശുപത്രിക്ക് സമീപം ബുധനാഴ്ച രാവിലെ 6:30ഓടെയായിരുന്നു സംഭവം. കുന്നംകുളം അഗ്നിരക്ഷാസേനയെത്തി പെയിന്റ് നീക്കം ചെയ്തു. ശബരിമല മണ്ഡലകാലത്തിന് പിന്നാലെ ഗുരുവായൂർ നഗരത്തിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ അടിഞ്ഞുകൂടിയ മാലിന്യങ്ങൾ നീക്കം ചെയ്യാൻ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും നേരിട്ടിറങ്ങി. 3 മണിക്കൂർ നീണ്ട തീവ്രയജ്ഞത്തിനൊടുവിൽ നഗരസഭയുടെയും ദേവസ്വത്തിന്റെയും പ്രധാന പാർക്കിംഗ് കേന്ദ്രങ്ങൾ ശുചിത്വപൂർണ്ണമാക്കി. അകലാട് ബദർപള്ളി ബീച്ചിൽ വീട്ടുപറമ്പിലെ ഉണങ്ങിയ പുല്ലിന് തീപിടിച്ചത് പരിഭ്രാന്തി പരത്തി. ഇലക്ട്രിക് ലൈനിൽ നിന്നുണ്ടായ ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണം. പറമ്പിലെ നിരവധി മരങ്ങളും അഗ്നിക്കിരയായി. COA ഗുരുവായൂർ മേഖലാ സമ്മേളനം വ്യാഴാഴ്ച നടക്കും. ഗുരുവായൂർ നഗരസഭ ടൂറിസ്റ്റ് ഫെസിലിറ്റേഷൻ സെന്ററിൽ നടക്കുന്ന യോഗം KCCL ചെയർമാൻ K. ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. പെരുമ്പിലാവ് അൻസാർ വിമൻസ് കോളേജിന്റെ നേതൃത്വത്തിൽ ആത്മഹത്യാ പ്രതിരോധ ക്യാമ്പയിൻ സംഘടിപ്പിക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സംസ്ഥാന കലോത്സവത്തിൽ ഹൈസ്കൂൾ വിഭാഗം മൂകാഭിനയം മത്സരത്തിൽ കുന്നംകുളം മോഡൽ ബോയ്സ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാർത്ഥികൾ A ഗ്രേഡ് കരസ്ഥമാക്കി. പരീക്ഷാകാലത്ത് വിദ്യാർത്ഥിനികൾക്ക് കൈത്താങ്ങുമായി ഷെയർ ആൻഡ് കെയർ ചാരിറ്റബിൾ സൊസൈറ്റി. കുന്നംകുളം ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിൽ SSLC വിദ്യാർത്ഥിനികൾക്കായി വർഷങ്ങളായി നടത്തിവരുന്ന പ്രഭാത ഭക്ഷണ വിതരണ പദ്ധതിക്ക് തുടക്കമായി. അണ്ടത്തോട് റേഞ്ച് ജമിയത്തുൽ മുഅല്ലിമീൻ സംഘടിപ്പിച്ച റേഞ്ച് തല പ്രചാരണ യാത്രയ്ക്ക് മന്നലാങ്കുന്ന് എടയൂർ മുനീറുൽ ഇസ്ലാം മദ്രസ കമ്മിറ്റി സ്വീകരണം നൽകി. തൊഴിയൂർ സെന്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും ആചരിച്ചു. ഗുരുവായൂർ നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ ഉദ്ഘാടനം ചെയ്തു. കടപ്പുറം ആറങ്ങാടി ഷെയ്ഖ് അലി അഹമ്മദ് ഉപ്പാപ്പയുടെ 249ാം ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. 1 മാസക്കാലം നീണ്ടുനിൽക്കുന്ന നേർച്ചയുടെ ഖത്തം പാരായണത്തിന്റെ സമാരംഭ പ്രാർത്ഥനയ്ക്ക് മഹല്ല് ഖത്തീബ് മുഹമ്മദ് റാഷിദ് ബാഖവി നേതൃത്വം നൽകി. ചിറക്കൽ നേർച്ചയോടനുബന്ധിച്ച് DYFI കാട്ടകമ്പൽ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വലിച്ചെറിയുന്ന മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ സെന്ററിലെ വിവിധയിടങ്ങളിൽ വല്ലം സ്ഥാപിച്ചു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.